Hi everyone, this is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Bharatanatyam. Let's watch it. ശശിടാ ഞങ്ങൾ മധുരന്റെ വീട്ടിൽ തീർത്തുണ്ട്. അവിടെ എപ്പോഴാണ് ഡേറ്റ് ഈ പറഞ്ഞാൽ മതി. എടാ ഇവിടെ പൂജ നടത്താനുള്ള ഒരു അവസ്ഥയിലല്ല, ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഓട്ടത്തില്. അച്ഛനൊന്ന് ഡിസ്ചാർജ് ആയിക്കോട്ടെ. അല്ല അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണോ അതോ? അല്ല വേണ്ട വേണ്ട, നിന്റെ വീട്ടിലും സുഭാഷ് വീട്ടിലൊക്കെ ചെയ്യും, അപ്പോഴത്തേക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അയ്യോ താങ്ക്സ്. പിന്നെ നീ ആ പ്രസ് വിളിച്ചിട്ട് പൂജയുടെ നോട്ടീസിന്റെ കാര്യം എന്തായിരുന്നു ചോദിക്കും. അത് എന്ന് കിട്ടുന്നോ അതിന്റെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ കയറ്റാനുള്ള ഏർപ്പാടും ഉണ്ടാക്കണം. പിന്നെ ഈ ഹോസ്പിറ്റലുകള്, അമ്പലങ്ങള്, ഇതുപോലെ സംഘടവും പ്രാർത്ഥനയായിട്ട് ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ചറ പറ കൊടുത്തേ. ഓക്കെ Okay. വീട്ടിലെ ഗ്യാസ് തീർന്നു പോയത്. പിന്നെ It's good, हाँ बेचारी पूरा टाइम हॉस्पिटल में रहती है. राइस पपड़म कर नहीं अभी खत्म हो गया. आ रही उधर देख. क्या देखती है रे? इधर नहीं, ये प्लेट नहीं, वो I प्लेट know देख. that is the. Look at that plate. See पपड़म. ഇവിടെ ആരാ അഡ്മിറ്റ് ആയിരിക്കണേ? എന്ത് ഈ കഞ്ഞിയൊക്കെ അച്ഛൻ മാത്രം കുടിച്ചാ പോരെ? നിങ്ങൾക്ക് കഴിക്കാൻ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ എനിക്കും കൂടെ കൊണ്ടുപോവാ. ഇത് കഴിച്ച് നാവ് ചത്തു. അതിനോടെ ഉണ്ടാക്കും. ഇനി എത്ര ദിവസം കൂടെ കിടക്കേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. ഹാർട്ട് വീക്കാ. ഇനിയൊന്നും ഇവിടെ ഉണ്ടായ ബുദ്ധിമുട്ടായിരിക്കും. Okay. ആ സൈഡ് പാരലൈസ് ആയത് ചികിത്സിച്ചാ പോകും. Oh. इसको बहुत बुरा लग रहा है बट. Dad है ना. हाँ. ഹലോ ഡോക്ടർ. നിങ്ങൾ വന്നിട്ട് പോയായിരുന്നോ? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. എന്തേ? ഞാൻ നിങ്ങളൊന്ന് കാണണം വിചാരിച്ചിരിക്കായിരുന്നു. അല്ല ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ പറയാം. വേറൊന്നുമല്ല, അച്ഛന്റെ കാര്യേ ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോവെന്ന് പറയാൻ പറ്റില്ല. Oh. വെറുതെ അനാവശ്യ ഹോപ്പ് തരേണ്ട കാര്യമില്ലല്ലോ. മനസ്സിലായി. ഉടനെ എന്നല്ല ഞാൻ വീട്ടുകാരൊക്കെ ഒന്ന് വിളിച്ചൊന്ന് കാണിച്ചേരെ. എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പുള്ളിക്ക് അങ്ങനെ തോന്നൽ കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞേ. കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വന്നിട്ടേ കണ്ടു പോകുന്നതിൽ തെറ്റില്ല എന്ന് പറയായിരുന്നു. ഞാൻ വേണ്ട പോലെ ചെയ്യാം ഡോക്ടർ. Oh, the expression देख रहे हो. ശശി രാവിലെ നീ പറമ്പിൽ പോകുമ്പോഴേ കുഴപ്പം കണ്ടാ ഒന്ന് പൊട്ടിച്ചുകൊണ്ടുപോവാ. തോരൻ വെച്ച് തന്നു വിടാ ഞാൻ അച്ഛനെ. ഒറ്റയ്ക്ക് ആ മുറി കിടപ്പല്ലേ, എന്തെങ്കിലും വായിക്ക് രുചിയായിട്ട് കഴിക്കട്ടെ എന്ന്. അമ്മ വരുന്ന അച്ഛനെ കാണാൻ. വേണ്ടടാ, ഓ ആ കട പോവാണ്. No, no, just go and एक बार मिल लो यार. അതെ, നിങ്ങൾ വരുമ്പോ ഒന്ന് ഡോക്ടറിനെ കാണാൻ പറഞ്ഞിരുന്നു. ശരി. ഞാൻ പോയി ശരി പോയിട്ടോ. ഡോക്ടർ വാ, നമുക്കേ അച്ഛനെ ഒന്ന് പോയി കാണാം. എന്താ പറ്റി? അച്ഛനെ ഇന്നലെ മുതൽ നിങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അതാ ഞാൻ വിളിപ്പിച്ചത്. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ പോയിക്കോ പോയിക്കോ. റൗണ്ട് സൈഡ് ഒന്ന് പോയിട്ട് വരാം. सीधा बोला निकल. हाँ. उनको भी शायद रियलाइज हो गया रहेगा लेकिन. എന്താ കാണണമെന്ന് പറഞ്ഞു?
എന്റെ സമയം കഴിയാറായെന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ? നീ എല്ലാരെയും കൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ എന്നും. അല്ല ചേ, എല്ലാരും കാണണമെന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചായില്ലേ കണ്ടിട്ട്. ഞാനൊരു മുര ഈ വിലപ്പെട്ടതൊക്കെ ഇങ്ങനെ പിശുക്ക് കൂട്ടി വെക്കുന്ന പോലെ തന്നെയാ നിങ്ങളോട് സ്നേഹത്തിന്റെ കാര്യത്തിലും ചെയ്തത്. അത് അബദ്ധമായിപ്പോയി. എനിക്കെല്ലാരെയും ഒരുമിച്ച് കാണണമെന്നുണ്ടാ. അതിങ്ങനെ ഈ ചില്ലിനപ്പുറം നിന്നോണ്ടല്ല, നമ്മൾ തറവാട്ടി വെച്ച് എല്ലാരെയും ഇങ്ങനെ തൊട്ടും തലോടിയും മതിയാവോളം ഞാൻ ശാന്തിയുടെ പിള്ളേരെ എടുക്കുകയോ കുഞ്ചിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അതൊക്കെ ഇപ്പൊ ചെയ്യാൻ തോന്നുക. ഇതൊക്കെ എന്തെങ്കിലും ചെയ്യണമെന്ന് മനസ്സിൽ കരുതി വെച്ചിരുന്നതാ. കുറെ കാലം കൂടി ഇങ്ങനെയൊക്കെ പോകുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അച്ഛൻ ആ കോൺഫിഡൻസ് ഒന്നും വിടണ്ട. ഒന്ന് സുഖമായിട്ട്. പിന്നെ നമ്മുടെ ഗോപനൊരു ജോലിക്കാരി ശരിയാ വന്നിട്ടുണ്ട്. അത് നന്നായി. അച്ഛന്റെ ചെരി കാണാൻ നല്ല ഭംഗിയുണ്ട്. അച്ഛനെന്നാ റെസ്റ്റ് എടുക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. മോനെ, ഡോക്ടർ പറഞ്ഞാലും ഇല്ലേലും എനിക്കറിയാം ഈ വണ്ടി എത്ര ദിവസം കൊണ്ട് ഓടുമെന്ന്. നീ വീട്ടിൽ നിന്ന് എല്ലാരെയും കൊണ്ടുവരുന്നതല്ലേ? ആ കൂട്ടത്തെ രണ്ടുപേരെയും കൂടെ നീ ഇവിടെ കൊണ്ടുവരണം. കണ്ണടയുന്നവരെ അവരെയും കാണണം എനിക്കിവിടെ. കഴിഞ്ഞ 30 വർഷമായിട്ട് ഒരു കുടുംബം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അവരിലൊരു മകനുണ്ട്. ഇനിയിപ്പോ അതിനും സാധിക്കില്ല. പിന്നെ വലിയ കോലാഹലമൊന്നുമില്ലാതെ നീ ഇതൊന്ന് വീട്ടിൽ അവതരിപ്പിക്കണം. എന്നിട്ട് നിന്റെ അമ്മയോട് പറയണം. ഇതൊന്നും എഴുതി പോയി നമ്മ കണ്ടിട്ടില്ലേ? അതച്ഛൻ ശശിധരനെ കടലും കാണിച്ച് കപ്പലിന്റെ മാറ്റി കൊടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ കേസിന്റെ വീട്ടിലോട്ടൊക്കെ ബോധമുള്ള ആരെങ്കിലും കൊണ്ടുപോകും. ആരെയും കൊണ്ടുപോകും. പിന്നല്ലാണ്ട് ഇതായിരിക്കും അച്ഛൻ ഉദ്ദേശിച്ച സ്പിരിറ്റ്. ചേച്ചി എന്താ പറഞ്ഞ? എന്തോ ഇത് കേട്ടപ്പോഴത്തോട് മരവിച്ച പോലെ അവിടെ ഇരിപ്പാ. അച്ഛൻ അതേട്ടാ ഇത്ര സംസാരിക്കുന്നു. എന്നൊക്കെ ചിരിക്കുകയൊക്കെ ചെയ്തു. അതിങ്ങനെ ഒരു ബോംബ് പൊട്ടിക്കാന്ന് ഞാൻ അറിഞ്ഞു. അവരുടെ അമ്മയ്ക്ക് എവിടെ ഒരു സൂചന പോലും കിട്ടിയില്ലായിരുന്നല്ലേ? സൂചന കിട്ടിയിരുന്നെങ്കിൽ അന്നേ ഞാൻ ഉണ്ടായിരിക്കുമായിരുന്നോ? നീ എവിടെ വരെ പോയിട്ടും എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ? ഇല്ലല്ലോ. അമ്മ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ അവരെ കാണണമെന്നൊക്കെയാ പറയണത്. ഉള്ള പണിയും പോയി വഴിമുട്ടി നിന്നിട്ടും സ്വന്തം കുടുംബത്ത് പോകാതെ ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നെന്താ നിനക്കറിയാലോ. ഞാൻ മേലെ ഇത് മനസ്സിൽ വെക്കാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ കുടുംബക്കാരെ അറിഞ്ഞ ചെവിതല് കേൾപ്പിക്കൂല. വല്ല പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാ എനിക്ക് അവിടെ അത്ര വോയിസും ഇല്ല. അമ്മ എന്താ പറയണേ? ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് പറയാനാ? നിങ്ങക്ക് എന്താ തോന്നുന്നു? അച്ഛൻ എത്ര ദിവസം ഉണ്ടെന്ന് അവര് പറയണേ? അങ്ങനെ എത്രയെന്നൊന്നും പറഞ്ഞില്ല. അവര് വന്നിട്ട് ആരെങ്കിലും കണ്ടാ അത് കുഴപ്പമാവതല്ലേ? ഏയ് അത് കുഴപ്പമൊന്നുമില്ല. ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ വകയിൽ അമ്മയാണെന്നോ ചെറിയമ്മയാണെന്നൊക്കെ പറഞ്ഞാ പോരെ? മതിയല്ലേ? ഓ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ അഡ്രസ് വാങ്ങിട്ട് വൈകാതെ അങ്ങ് വിട്ടോ. I'm liking this, yaar. Mood पूरा change हो गया. That was too much seriousness.
ये तो कॉमेडी मूवी बनी हुई पूरी। ശശിധരൻ ചേർത്തലയിലല്ലേനോ? അങ്ങനെയായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ അവിടെ ഒന്നും അല്ല. ओ इधर भी नहीं पता। ഇത് തന്നെയല്ലേ? ഇപ്പോഴാ ഞങ്ങൾ ഇതെല്ലാം അറിയുന്നത്. അധികം സമയം കളയാല്ലാത്തത് കൊണ്ട് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. വേഗം ഇങ്ങോട്ട് വണ്ടി കയറി. ആളുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ച് മോശം. അതുകൊണ്ട് വല്ലാതെ വൈകിക്കാൻ നിൽക്കാതെ നമുക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ആ ശശേര ഇരിക്കേ, ഞാനൊന്ന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു വെക്കട്ടെ. മോൻ അപ്പോഴത്തേക്കും വരും. നമുക്ക് വന്ന ഉടനെ അങ്ങ് ഇറങ്ങാം. വേഗം വരാം. उसके डैड का फोटो। उल्टी നീ ഇപ്പൊ എത്ര എങ്ങോട്ട് കയറി പോകുന്നത്? वो उसकी बेटी की तरह दिख रहा है। एक्चुअली इसके तरह दिख रहा है वो खाली गाड़ी में। हाँ അത് 3 നേരം ശശി വീട്ടിൽ നിന്ന് കഞ്ഞി കൊണ്ടുവരും. ഓ അച്ഛൻ കഞ്ഞി കുടിക്കാറുണ്ടോ? അല്ല അച്ഛൻ കഞ്ഞി കുടിക്കുന്നത് കാണാറുണ്ടോ? കാണാറൊന്നുമില്ല, കുടിച്ചു കഴിയുമ്പോൾ ദിവസം പാത്രം കൊണ്ടുപോകും. ആ ചികിത്സിക്കുന്നേ ചില പ്രൈവറ്റുകാരും നമ്മളില്ല. ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല സുഭാഷ്. അല്ല മറ്റേ ആ പ്രാർത്ഥന മെഡിസിറ്റിയിലായിരുന്നെങ്കിലേ ജീവൻ പോയാലും പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ അവർ ആളെ തിരിച്ചു കൊണ്ടുവരും. അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട്. ശശി വരുമ്പോ ഞാൻ പറയാം. ശശിയേട്ടനോട് പോയി അരിമ്പൂര് പോയേക്കോ? അല്ല ഇപ്പൊ വരുമല്ലോ അല്ലേ? അല്ല ഇവിടെ എന്താ ആവശ്യമുണ്ടെങ്കിലും ഞാൻ നിക്കാം. വേണ്ട സുഭാഷ് പൊക്കോ. അല്ല എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാന്ന് വെച്ചിട്ട് കുഴപ്പമില്ല. എനിക്ക് വേറെ പരിപാടിയൊന്നും വേണ്ട, കുഴപ്പമുണ്ടായിട്ടല്ല. സുഭാഷ് പൊക്കോ. ആ എന്നാ പിന്നെ അച്ഛനടുത്ത് ബായ് പറഞ്ഞിട്ടേ ഇറങ്ങിയേക്കാം. പോട്ടെ മോനെ. बाय। अभी समझो उसने डॉक्टर को क्यों भगाया था। अभी क्लिक हुआ। ബാഗ് ഞാൻ പിടിച്ചോളാം. നമ്മളത് എത്തി വലത്തോട്ട് തിരിഞ്ഞാൽ മതി. ശശിയേട്ടാ ശശിയേട്ടാ ഇവിടെ ഞാനാ. वो सेम बंदा दिख रहा है। വന്നിട്ടുണ്ട്. വരൂ വരൂ. This is crazy. हंसो सरप्राइज तो क्या करूं एक्सपेंशन लगा क्या हंसू क्या करूं क्या। स्माइल आई देखा उनके फेस पर। लेकिन इतना बड़ा कांड किया है इस साइड छुपा के रखा है यार। इट्स ओके। अभी ये कंफ्यूज है इधर। ए बन जाओ ऊपर। ശശിയേട്ടാ ഞാൻ നിങ്ങളെ ലിഫ്റ്റിൽ നിന്ന് കുറേ വിളിച്ചു, നിങ്ങൾ കേട്ടില്ലേ? നമസ്കാരം. ആ നമസ്കാരം. അല്ല ഞാൻ വന്നതേ ആരാ മനസ്സിലായില്ല. ചെറിയമ്മ. ഓ അരിമ്പൂരുള്ള. അതെ അതെ. അരിമ്പൂരുള്ള. ആഹാ പെട്ടെന്ന് കത്തിയില്ല. സാരമില്ല. എന്നാ പിന്നെ വേറെ ഒന്നുമില്ല ശശിയേട്ടാ. ഞാൻ അങ്ങോട്ട് ചോപ്പായിരുന്നില്ലേ? ചോപ്പായിരുന്നു. അല്ല ഇവ കാലത്തോട്ട് എങ്ങനെയാ? ആണല്ലേ? ആണല്ലോ. ഞാനത് ശരി ചെറിയ ഞാനത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ
അവരായിക്കോളൂ ഇനി. ഞാൻ എന്തായാലും ഇനി അങ്ങോട്ടില്ല. ശാന്തി അവരവിടെ ഇരുന്നോട്ടെ, എന്തായാലും കാര്യങ്ങൾ അതേ പകർപ്പ്. ഒരു കാര്യം ഞാൻ പറയാം, അറിയാതെ പോലും ആശുപത്രി ഭാഗത്തേക്ക് പോകരുത്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കണ്ടാലുണ്ടല്ലോ പിന്നെ നാട്ടുകാർ ഏറ്റെടുത്തോളൂല്ല. എടാ ഇനി എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ആ ചെക്കനും ഇവനും തമ്മിൽ ഒരു വ്യത്യാസമില്ലേ? ഒരു വ്യത്യാസമില്ല. ഞെട്ടിപ്പോയി. അവന്റെ ഇവന്റെ ഹൈറ്റൊക്കെ ഹൈറ്റും വെയിറ്റും എല്ലാം ഒരേപോലെ. വ്യത്യാസം അതിൽ വലിയ കാര്യമൊന്നുമില്ല. നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ അതെ. എന്നാ ഇവിടെ പോയി നിൽക്കട്ടെ. ചേച്ചിക്ക് അറിയത്തില്ലേ, ആശുപത്രിയുടെ മണം തട്ടിയാൽ തന്നെ എന്റെ പാതി ബോധം പോവും അല്ലേ? അങ്ങനെ ഒരു കുഴപ്പമുള്ളതാ. എന്നാ നീ പോക്കോ. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരിക്കുമല്ലേ? ഒരു സപ്പോർട്ട്. എന്തായാലും എന്നെ ഇനി ആരും നോക്കണ്ട, ഞാൻ അങ്ങോട്ടില്ല. എടാ നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം, ആശുപത്രിയിലേക്ക് എന്നല്ല ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. സുഭാഷ കണ്ടിട്ട് പോയിക്കുന്നേ. എനിക്കാണെങ്കിൽ मैं क्या करूँ अभी? दाढ़ी दाढ़ी निकाल दिया. പക്ക. ഇപ്പൊ ഒരു ഐശ്വര്യം വന്നിട്ടല്ലേ? സുന്ദരം. ഇനി ഇത് മതി എന്റെ ലുക്ക്. അതെ നിങ്ങൾ ക്യാനിലേക്ക് ചെല്ലും, ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. റെഡിയാ? ഇത് മതിയാവോ? മതി, ട്രയൽ അടിക്കാതെ മതി എന്ന് ചേട്ടൻ പറഞ്ഞേ. നിങ്ങൾ ശശിയേട്ടൻ പറഞ്ഞു. ആൾ ഇതുവരെ കൂടി തിരിഞ്ഞു നോക്കിയാ അവന്റെ കാര്യം നമുക്ക് അറിയാവുന്നതല്ല. അവൻ അവിടെ ഓടണം ഇവിടെ ഓടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഏത് വരിയിലാണ്? ഇതിലെല്ലാം അതോട്ടാ ശശിയേട്ടൻ്റെ കാര്യത്തില്. അതെ, നമുക്ക് എന്തായാലും ശശിയേട്ടനെ വെറ്റി നിൽക്കണ്ട. ആള് പറഞ്ഞ പോലെ ഒരു സൈഡിൽ നിന്ന് പണിയൊക്കെ തുടങ്ങാം. നീ തുടങ്ങുന്നു. ഞാനതേ ആൾക്കാരിൽ പെട്ടെന്ന് എത്തിക്കാനുള്ള വഴി നോക്കട്ടെ. നീ ആ ഹരിനെയും സുനിലും വിളിച്ചിട്ടേ ഒരു റൗണ്ട് ഇറങ്ങാൻ പറ്റുമോ നോക്ക്. ഇവിടെ ഒരു കുനിപ്പിട്ടാവുന്നായിരിക്കും. എന്താ ഈ ശശിയേട്ടൻ മൊത്തത്തിലൊന്ന് മുങ്ങിയെടുക്കുന്ന ഫീൽ ഇല്ലേ? എന്ത് മുങ്ങിയെടുക്കണം? നീയല്ലേ അവൻ ആശുപത്രിയിൽ വെച്ച് കണ്ടു സംസാരിച്ചത്? അല്ല അതോട്ടാ, ഈ ശശിയേട്ടൻ അനിയല്ലേ, ഞാൻ അവൻ ആശുപത്രിയിൽ വെച്ചിട്ട് 2 സ്ഥലത്ത് ഒരേ സമയം മാറി മാറി. അതിലെന്തൊരു പന്തികേടില്ലേ? അതിലെന്ത് പന്തികേട്? ഈ ഭരതൻ നായർക്ക് വല്ല ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടോ? കേറി കേറി എങ്ങോട്ടേ പോണത്? അതെ, നിന്റെ ഈ തോത്തിക്കുത്തു സ്വഭാവത്തിന് അടി ആരൊക്കെയാണോ ഓങ്ങി വെച്ചേക്കണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. അതോട്ടാ, ഞാൻ ആ ചെറുക്കനെ ആശുപത്രിയിൽ വെച്ച് 2 സ്ഥലത്ത് ഒരേ സമയം കണ്ടു. എടാ അങ്ങനെ നോക്കണമെങ്കിൽ ഈ 2 സ്ഥലത്തും ഒരേ സമയം നീ ഉണ്ടായില്ലേ? അപ്പൊ നീ രണ്ടോട്ടാ. നീ ഇത് എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടാ. 2 ഇടത്തിലുണ്ട് ഒരാൾ. എന്നെ വേറെ എടുത്ത് വേണ്ട, ഞാൻ രണ്ടോണെന്ന് പറയും. Man, complete movie changed. अभी तो पूरा सीरियस नॉर्मल घर से फुल कॉमेडी पे आ गया ये. बट मैं इतना एंजॉय कर रही हूँ ना, लाइक मजा आ रहा है, मेरे को बहुत मजा आ रहा है. एक तो पहले वो शॉक इसके, अब समझा कि डॉक्टर का क्यों बाहर भगा, और दूसरा शॉक कि भाई वो दोनों सेम दिखते. उसको बेचारे का दाढ़ी भी निकाल दिया यार. बट दिस वाज क्रेजी यार. भाई बट इसको शक हो गया है. He has a doubt now. Yes, a doubt. But how long will they be able to save this now? But I'm loving his son. That guy's reaction, like, mother, what spirit you want to do? Taking the spirit with you. This is very cool, guys. We'll wait for more now. Meanwhile, take care. Bye. Bye.